ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമയെ പറ്റിയുള്ള ചൂടേറിയ ചർച്ചകളാണ്. ആരുടെ സിനിമയാണ്? മറ്റാരുടെയുമല്ല, അമൽ നീരദ് എന്ന് പറയുന്ന മാസ്റ്റർ ഡയറക്ടറിൻ്റെ സിനിമയെ പറ്റിയായിരുന്നു ചർച്ചകൾ. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് കാത്തിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ആ സിനിമ മാസീവോ കൊമേഴ്സ്യലോ വിഷ്വലിയോ ടെക്നിക്കലി എല്ലാം ഹൈ ആയിരിക്കുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്. നമുക്കറിയാം, 2008 അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ ബിഗ് ബി തൊട്ട് ലാസ്റ്റ് റിലീസ് ചെയ്ത ഭീഷ്മപർവം വരെയുള്ള സിനിമകൾ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന ആ സുദിനം വന്നെത്തി. അമൽ നീരദിൻ്റെ അടുത്ത സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ ഇന്നലെ റിലീസ് ചെയ്തായിരുന്നു. ഇന്നിതാ അതിൻ്റെ ടൈറ്റിലും കൂടി റിവീൽ ചെയ്തിട്ടുണ്ട്. ബോഗൻവില്ലയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ബോഗൻവില്ലയെ പറ്റി പറയുമ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ലജോ ജോസ് എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ ബുക്കിനെ ബേസ് ചെയ്തുള്ള സിനിമയാണോ? ഇതൊക്കെയാണ് ചർച്ചകളായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അമൽ നീരദ് പ്രത്യേകിച്ച് ഒരു ഇൻട്രോയുടെ ആവശ്യമില്ല. അദ്ദേഹം ഒരു സിനിമ എടുക്കുന്ന രീതി തന്നെ ഗംഭീരമാണ് കാണാൻ. അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അമൽ നീരദിന് ഇതാ ലജോ ജോസ് എന്ന് പറഞ്ഞ ബ്രില്യൻ്റ് റൈറ്ററും കൂടെ ഒന്നിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ബോഗൻവില്ല എന്ന് പറഞ്ഞ ആ ടൈറ്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പോസ്റ്ററിൽ തന്നെ ഉണ്ട് ആ ഒരു സിനിമയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ വാർത്തയുണ്ടായിരുന്നു, ലജോ ജോസിൻ്റെ ഒരു ബുക്കിനെ ബേസ് ചെയ്താണ് അമൽ നീരദ് സിനിമ വരാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, റൂത്തിൻ്റെ ലോകം എന്ന് പറയുന്ന ലജോ ജോസിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഈ സിനിമ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇതിനോടകം തന്നെ ഇന്നലെ ഇന്നൊക്കെ ചർച്ചയായിരുന്നു. ഈ ലജോ ജോസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൂത്തിൻ്റെ ലോകം സിനിമയാവുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് റൂത്തിൻ്റെ ലോകമല്ല, മറ്റൊരു സിനിമയാണെന്ന്. പക്ഷേ അതിൻ്റെ ഒരു ഹൈലൈറ്റ്, ഈ റൂത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞ ആ ഒരു ബുക്കിൻ്റെ പുറംചട്ട എടുക്കുകയാണെങ്കിൽ അതിൽ അവതാരിക എഴുതിയിരിക്കുന്നത് GR ഇന്ദുഗോപനാണ്. അതായത് വ്യത്യസ്തമായ സംഭാഷണങ്ങളിലൂടെയും കഥയിലൂടെയാണ് ഈ ഒരു ബുക്ക് പോകുന്നതെന്നൊക്കെ പറയും. അതിൽ തന്നെ ആ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു കഥയുടെ ഒരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് റെട്രോഗ്രേഡ് അംനീഷ്യ ബാധിച്ച റൂത്ത് എന്ന യുവതിയുടെ ഓർമ്മയ്ക്കും മറവിക്കും ഇടയിലായി കയറി ഇറങ്ങുന്ന അനേകം ദുരൂഹ മരണങ്ങളുടെ ചുരുളഴിക്കുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ. അതാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറംചട്ടയെ കൊടുത്തേക്കുന്നത്. അത്രയും തന്നെ കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പം റൂത്തിൻ്റെ ലോകമാണോ ഈ ബോഗൻവില്ലയിൽ പറയാൻ പോകുന്നത്? അപ്പോൾ ഞാൻ അതിനു മുമ്പായിട്ട് നമ്മൾ ലജോ ജോസ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഈ ബോഗൻവില്ല എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ലുക്കിൻ്റെ പോസ്റ്റർ അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ താഴെ അദ്ദേഹം ഒരു കോട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: എ 12-year ജേർണി ഓഫ് പെർസിവറൻസ് ആൻഡ് 4 years ഓഫ് പേഷ്യൻ്റ് ആൻറ്റിസിപ്പേഷൻ. അപ്പോൾ എനിക്ക് അതിൽ സ്ട്രൈക്കായത് ആ 12ഉം 4ഉമാണ്. ഞാൻ പിന്നെ കുറച്ചുകൂടെ ഒന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞ ബുക്ക് പബ്ലിഷ് ചെയ്ത് 2019. 2019 2023. ഇനി ആ സിനിമയാണോ? പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കായ റെസ്റ്റ് ഇൻ പീസ് പബ്ലിഷ് ചെയ്ത് 2020. അപ്പോൾ 2024 2024. അപ്പോൾ ഈ വരാൻ പോകുന്ന സിനിമ റൂത്തിൻ്റെ ലോകമാണോ അതോ റെസ്റ്റ് ഇൻ പീസ് ആണോ? അത് തന്നെയാണ് നമ്മളെ ആവേശഭരിതമാക്കുന്നത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയൊരു കഥയാണ്? എന്തായാലും വരാൻ പോകുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് എന്നുള്ളത് ഉറപ്പാണ്. അതിലുപരിയായി നമ്മൾ ആ പോസ്റ്ററിൽ നോക്കി നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു പട്ടിയുമുണ്ട്, ഒരു പന്നിയുമുണ്ട്. അതായത് വേട്ടയാടുന്നുമുണ്ട്, വേട്ടയാടപ്പെടുന്നുമുണ്ട്. അപ്പം ഏത് രീതിയിലുള്ള കഥയാണ് എന്നുള്ളത് സിനിമ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി ലജോ ജോസിൻ്റെ ഏത് ബുക്കായാലും, ഈ മേൽപ്പറഞ്ഞ 2 ബുക്കല്ലാതെ ഹൈഡ്രേഞ്ചി ആയാലും കോഫി ഹൗസ് ആയാലും ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആകും അമൽ നീരദ് പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. പിന്നീട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ശ്രിന്ദ, വീണ നന്ദകുമാർ, പിന്നെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ജ്യോതിർമയി സിനിമയിലേക്ക് വരികയാണ്. നമുക്കറിയാം, ജ്യോതിർമയി ഒരു ഗണ്ണും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. സോ എന്തായാലും ഒരു മാസപരമായ ഒരു പ്രകടനം ജ്യോതിർമയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഗംഭീര ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും കാത്തിരിക്കുന്നു ലജോ ജോസ് അമൽ നീരദ് കോംബോയുടെ ഈ ബോഗൻവില്ല എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ, അല്ലെങ്കിൽ ആ ഒരു മെഗാ ത്രില്ലറിന് വേണ്ടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.